ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ രണ്ടാം വർഷ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസിലെ രണ്ടാമത്തെ ലെസൺ ആണ്. അതായത് ഒന്നാമത്തെ മൊഡ്യൂൾ ഫ്രിക്ഷൻ എന്ന് പറയുന്ന മൊഡ്യൂളിലെ രണ്ടാമത്തെ ലെസൺ നമ്പർ 2 അതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, അതുപോലെ തന്നെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, ഈ രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് ഉള്ളത്. അപ്പോൾ ഇതിൽ ചർച്ച ചെയ്യുന്നത് ഒന്ന് ഡെഫിനിഷൻ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, ഡെഫിനിഷൻ ഓഫ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ രണ്ടാമത്തെ കാര്യം, അതുപോലെ തന്നെ പ്രോബ്ലം ഓൺ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കുന്ന ഒന്ന് രണ്ട് ചെറിയ പ്രോബ്ലംസ് കൂടി നമുക്ക് ഇന്നിവിടെ ഈ ലെസണിനകത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ട്. ഇതുകൂടി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. അതിൽ ഒന്നാമത്തത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ഡെഫിനിഷൻ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ഇറ്റ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ ദി ഫ്രിക്ഷണൽ ഫോഴ്സ് to the normal reaction when the body is just about to move but at equilibrium. It is represented by the symbol mu, M-E-U. mu എന്ന് പറയുന്ന സിമ്പിൾ വഴി റെപ്രസെന്റ് ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ലെസണിൽ അവസാനം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലോസ് ഓഫ് ഫ്രിക്ഷൻ ആയിരുന്നു, ഫ്രിക്ഷൻ ലോകൾ. അതിൽ ആദ്യം പറഞ്ഞിരുന്ന ലോ എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ എന്നായിരുന്നു. ഫ്രിക്ഷണൽ ഫോഴ്സും നോർമൽ റിയാക്ഷനും നേർ അനുപാതത്തിലാണ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫ്രിക്ഷണൽ ഫോഴ്സ് ആൻഡ് നോർമൽ റിയാക്ഷൻ. ദി റേഷ്യോ ബിറ്റ്വീൻ ദി ഫ്രിക്ഷണൽ ഫോഴ്സ് ആൻഡ് ദി നോർമൽ റിയാക്ഷൻ ഈസ് നോൺ ആസ് ദി കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ഒന്നാമത്തെ ഫ്രിക്ഷൻ ലോയിൽ പറഞ്ഞിരുന്ന സെയിം കാര്യം തന്നെ. ഫ്രിക്ഷൻ ഓഫ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. ആ പ്രൊപ്പോർഷൻ ആണ് നമ്മളിവിടെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈക്വൽ ടു ഫ്രിക്ഷണൽ ഫോഴ്സ്. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മൾ മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് എടുത്തിട്ടുണ്ട്. മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സിന് പറയുന്ന പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ലിമിറ്റിംഗ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് അപ്ലൈഡ് ടു മൂവ് ദി ഒബ്ജക്റ്റ്. അത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഓർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ നോർമൽ റിയാക്ഷൻ. റേഷ്യോ ആണ്, അതുകൊണ്ട് നോർമൽ റിയാക്ഷൻ ഓർ വെയിറ്റ്. നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കലി അപ്വാർഡ്, വെയിറ്റ് വെർട്ടിക്കലി ഡൗൺവാർഡ്. രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അതുകൊണ്ട് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ സിമ്പിൾ mu ഈക്വൽ ടു എഫ് ബൈ ആർ. എഫ് എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഓർ സിംപ്ലി ഫ്രിക്ഷൻ ഡിവൈഡഡ് ബൈ നോർമൽ റിയാക്ഷൻ എഫ് ബൈ ആർ. mu ഈക്വൽ ടു എഫ് ബൈ ആർ അല്ലെങ്കിൽ എഫ് ഈക്വൽ ടു mu ആർ എന്ന് നമുക്ക് ഇതിൽ പറയാം. അടുത്തത് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യമാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. ദി ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ബോഡി when it is just about to move by the application of a pulling force or WRPF. അതായത് ഒരു പ്രതലത്തിന് മുകളിൽ നമ്മൾ വെച്ചിട്ടുള്ള ഒരു ബ്ലോക്ക്, ആ ബ്ലോക്ക് നമ്മൾ ഫോഴ്സ് ഉപയോഗിച്ച് ചലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ ഒബ്ജക്റ്റിൽ അനുഭവപ്പെടുന്ന വിവിധ തരത്തിലുള്ള ബലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഒന്നാമത് W, വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്, അത് വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷൻ ഉണ്ടാകും. രണ്ടാമത്തത് ആർ, നോർമൽ റിയാക്ഷൻ, വെർട്ടിക്കലി അപ്വാർഡ് ഡയറക്ഷനിലുള്ള പ്രതലം കൊടുക്കുന്ന ബലം. മൂന്നാമത്തെ പി, പുള്ളിംഗ് ഫോഴ്സ്, ഒബ്ജക്റ്റിനെ ചലിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ബലം. നാലാമത്തത് എഫ്, ഫ്രിക്ഷണൽ ഫോഴ്സ്, ഓപ്പോസിറ്റ് ടു ദി പുള്ളിംഗ് ഫോഴ്സ്. ഇത്രയും ബലങ്ങൾ ഈ ഒബ്ജക്റ്റിന് മുകളിൽ പ്രവർത്തിക്കും. അങ്ങനെയുള്ള രണ്ട് ബലങ്ങൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുക, എഫ് ആൻഡ് ആർ. തൊട്ടു മുന്നേ പറഞ്ഞ ഫ്രിക്ഷണൽ ഫോഴ്സ് ആൻഡ് നോർമൽ റിയാക്ഷൻ രണ്ടും 90 ഡിഗ്രി ആംഗിളിലാണ് ആക്ട് ചെയ്യുന്നത്. ആർ എന്ന് പറയുന്ന നോർമൽ റിയാക്ഷൻ വെർട്ടിക്കലി അപ്വാർഡ് ഡയറക്ഷനിലാണ്. അതുപോലെ തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ്
ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ്. രണ്ടിൻ്റെയും എഫക്റ്റ് എന്ന് പറയുന്നത് രണ്ട് ഫോഴ്സുകളുടെയും ഇടയിൽ വരുന്ന ആംഗിൾ ഉണ്ട്. ഈ ആംഗിളിൽ ഏതെങ്കിലും ഒരു ആംഗിളിലൂടെ ആയിരിക്കും അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. വെർട്ടിക്കലി അപ്വാർഡ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സും ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഒരു ഫോഴ്സും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വെർട്ടിക്കലായിട്ടോ ഹൊറിസോണ്ടലായിട്ടോ ഉള്ള ഡയറക്ഷനിൽ മൂവ് ചെയ്യില്ല. രണ്ടിൻ്റെയും ഇടയിൽ വരുന്ന ഒരു ആംഗിൾ 90 ഡിഗ്രി ആംഗിളിൽ ഏതെങ്കിലും ഒരു ആംഗിളിലുള്ള ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ആ രണ്ട് ഫോഴ്സുകളുടെയും റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. റിസൾട്ടൻറ്റിന് എസ് എന്ന് കൊടുക്കാം. ഈ റിസൾട്ടൻറ്റിൻ്റെയും നോർമൽ റിയാക്ഷൻ്റെയും ഇടയിൽ വരുന്ന ഒരു ആംഗിൾ ഉണ്ട്. ആ ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ തീറ്റ എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷനെ നമുക്ക് ഇങ്ങനെ പറയാം: നോർമൽ റിയാക്ഷൻ്റെയും ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെയും റിസൾട്ടൻ്റ് നോർമൽ റിയാക്ഷനുമായി ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ തീറ്റ ഈക്വൽ ടു എഫ് ബൈ ആർ അല്ലെങ്കിൽ എഫ് ബൈ ഡബ്ല്യു എന്ന് എഴുതാം. കാരണം ഇതാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ തീറ്റ. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് എഫ് ആണ്, ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആർ ആണ്. എഫ് ബൈ ആർ അല്ലെങ്കിൽ ആറിന് തുല്യമായിട്ടുള്ള ഡബ്ല്യു. അപ്പോൾ ടാൻ തീറ്റ ഈക്വൽ ടു എഫ് ബൈ ആർ. എഫ് ബൈ ആറിൻ്റെ റേഷ്യോ നമ്മളിവിടെ എഴുതി. എഫ് ബൈ ആർ ഈക്വൽ ടു റേഷ്യോ ഓഫ് ഫ്രിക്ഷൻ ഫോഴ്സ് ആൻഡ് നോർമൽ റിയാക്ഷൻ ഈക്വൽ ടു മ്യൂ. അപ്പോൾ ടാൻ തീറ്റ ഈക്വൽ ടു മ്യൂ എന്ന് നമുക്ക് എഴുതാം. ടാൻ തീറ്റ ഈക്വൽ ടു മ്യൂ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. അപ്പോൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ റിസൾട്ടൻ്റ് ഓഫ് നോർമൽ റിയാക്ഷൻ ആൻഡ് ഫ്രിക്ഷണൽ ഫോഴ്സ് മേക്സ് വിത്ത് നോർമൽ റിയാക്ഷൻ. ആ ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ രണ്ട് കാര്യങ്ങളുമായിട്ട് കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനും ആംഗിൾ ഓഫ് ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള രണ്ട് സിമ്പിൾ പ്രോബ്ലംസ് ആണുള്ളത്. റിലേറ്റഡ് പ്രോബ്ലംസ് ഓൺ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. അതിൽ ഒന്നാമത്തെ ചോദ്യം: എ ഫോഴ്സ് ഓഫ് 40 കിലോഗ്രാം ഈസ് റിക്വയർഡ് ടു പുൾ എ വെയിറ്റ് ഓഫ് 400 കിലോഗ്രാം ഓൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഡിറ്റർമൈൻ ദി കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. അതായത് ഒരു ഹൊറിസോണ്ടൽ പ്രതലത്തിന് മുകളിൽ ഒരു 400 കിലോഗ്രാം ഫോഴ്സ് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ 400 കിലോഗ്രാം ഭാരം ഇരിക്കുകയാണ്. അതിനെ 40 കിലോഗ്രാം ഭാരം ഉപയോഗിച്ചുകൊണ്ട്, ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് തള്ളി നീക്കണം, അല്ലെങ്കിൽ വലിക്കണം, ചലിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഭാരത്തിൻ്റെയും പ്രതലത്തിൻ്റെയും ഇടയിലുള്ള കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എത്രയായിരിക്കണം? ആ ഫ്രിക്ഷൻ എത്രയായിരിക്കണം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഫ് ബൈ ആർ അല്ലെങ്കിൽ എഫ് ബൈ ഡബ്ല്യു. എഫ് എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്, ഡബ്ല്യു അല്ലെങ്കിൽ ആർ എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് ആണ്, ഡബ്ല്യു എന്ന് പറയുന്നത്. അപ്പോൾ എഫ് നമുക്കിവിടെ നേരിട്ട് തന്നിട്ടുണ്ട്. ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയായിരിക്കും? ഫ്രിക്ഷണൽ ഫോഴ്സ് നേരിട്ട് തന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, എ ഫോഴ്സ് ഓഫ് 40 കിലോഗ്രാം ഈസ് റിക്വയർഡ് ടു പുൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 400 കിലോഗ്രാമിനെ മൂവ് ചെയ്യിക്കാൻ ഉള്ള ബലം എന്ന് പറയുന്നത് 40 കിലോഗ്രാം ആണ്. 40 കിലോഗ്രാം പുള്ളിംഗ് ഫോഴ്സിന് തുല്യമാണ് ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സും. അപ്പം പുള്ളിംഗ് ഫോഴ്സ് 40 കിലോഗ്രാം ആണ്. അതുകൊണ്ട് തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് 40 കിലോഗ്രാം തന്നെ ആണ്. അപ്പം 40 കിലോഗ്രാം ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് 400 കിലോഗ്രാം. രണ്ടും സെയിം യൂണിറ്റ് ആണ്, അതുകൊണ്ട് മാറ്റമൊന്നുമില്ല. 40 ഡിവൈഡ് ബൈ 400, 40 ഡിവൈഡഡ് ബൈ 400. അപ്പം മ്യൂ ഈക്വൽ ടു 0.1. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈക്വൽ ടു 0.1 എന്ന് കിട്ടും. അപ്പം ഈ രീതിയിൽ നമുക്ക് മ്യൂ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇതുപോലെയുള്ള ഒരു സെയിം ചോദ്യം കൂടിയുണ്ട് ഇതിനകത്ത്. എ ഫോഴ്സ് ഓഫ് 30 Newton is required to move a body of mass 35 kilogram on a flat surface horizontally at a constant velocity. Find the coefficient of friction. ഇവിടെ ഉള്ളത് 35 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തു ഒരു പരന്ന പ്രതലത്തിൽ ഇരിക്കുകയാണ്. അതിനെ ചലിപ്പിക്കാൻ 30 ന്യൂട്ടൺ ബലമാണ് വേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യം, എഫ് ഉണ്ട്, ഡബ്ല്യു ഉണ്ട്, രണ്ടിൻ്റെ യൂണിറ്റുകൾ
മാറ്റമുണ്ട്. ഒന്ന് ന്യൂട്ടൺ ആണ്, ഒന്ന് കിലോഗ്രാം ആണ്. രണ്ടും ഒരേ യൂണിറ്റിലേക്ക് മാറ്റണം. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ mu ഈക്വൽ ടു എഫ് ബൈ ഡബ്ല്യു. എഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് തുല്യമാണ്. 30 ന്യൂട്ടൺ. 30 ന്യൂട്ടൺ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 30 ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് 35 കിലോഗ്രാം. അത് ന്യൂട്ടണിലേക്ക് മാറ്റണം. 35 കിലോഗ്രാമിനെ ന്യൂട്ടണിലേക്ക് മാറ്റണം. നമുക്കറിയാം 1 കിലോഗ്രാം ഈക്വൽ ടു 1 ഇൻറ്റു 9.81 ന്യൂട്ടൺ. 9.81 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്? അത്രയും ന്യൂട്ടൺ എന്ന് പറയാം. അപ്പോൾ 35 കിലോഗ്രാം ഈക്വൽ ടു 35 ഇൻറ്റു 9.81. നമ്മളിവിടെ 9.81 എന്നുള്ളതിനെ 10 എന്ന് റൗണ്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ കിലോഗ്രാമിനെ ന്യൂട്ടണിലേക്ക് മാറ്റാൻ കിലോഗ്രാം ഇൻറ്റു 9.81 അല്ലെങ്കിൽ ഇവിടെ തന്നിട്ടുള്ള 10. അപ്പോൾ 35 ഇൻറ്റു 10 350 ന്യൂട്ടൺ എന്ന് കിട്ടും. 30 ന്യൂട്ടൺ ഡിവൈഡ് ബൈ 350 ന്യൂട്ടൺ അല്ലെങ്കിൽ 3 ഡിവൈഡ് ബൈ 35 ഈക്വൽ ടു 0.086 അല്ലെങ്കിൽ അതിന് റൗണ്ട് ഓഫ് ചെയ്ത് mu ഈക്വൽ ടു 0.09 എന്നെടുക്കാം. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈക്വൽ ടു 0.09. അപ്പോൾ ഇത്രയുമാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ലെസണിൽ പറഞ്ഞിട്ടുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്ന്, what is coefficient of friction, definition of coefficient of friction, mu equal to F/R എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ what is angle of friction, tan theta equal to mu എന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ coefficient of friction കണ്ടുപിടിക്കുന്നതിനുള്ള 2 പ്രോബ്ലമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിമി പബ്ലിഷ് ചെയ്തിട്ടുള്ള വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് എന്ന് പറയുന്ന സെക്കൻഡ് ഇയർ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ ലെസണും ഈ നോട്ടുകളൊക്കെ അതിൽ നിന്നും തയ്യാറാക്കിയതാണ്. റഫറൻസിന് വേണ്ടിയിട്ട് ഈ ബുക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം.